പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. വാർത്തകൾ തുടർന്നു. താനാളൂരിൽ തോട്ടിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. താനാളൂർ അരീക്കാട് ഓവുംകൊണ്ടത്ത് പാടത്തും തോട്ടിലുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. സാമൂഹ്യ വിരുദ്ധർ തോട്ടിൽ വിഷം കലർത്തിയതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിച്ചത്. താനാളൂർ അരീക്കാട് ഓവുംകുണ്ട് പാടത്തും തോട്ടിലുമാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. 30ഓളം ഏക്കറുള്ള പാടത്ത് രാവിലെ ജോലിക്കെത്തിയവരാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കണ്ടത്. ബ്രാൽ, പരൽ, മലിഞ്ഞീൽ, വായ്പൊത്തി തുടങ്ങിയ തവളക്കണ്ണൻ ഉൾപ്പെടെയാണ് ചത്തുപൊങ്ങിയത്. സ്ഥലത്ത് പോലീസും ഫിഷറീസ് അഗ്രികൾച്ചർ പ്രൊമോട്ടർ OP സുരഭി എന്നിവരെത്തി പരിശോധിച്ചു. 100 കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർ തോട്ടിൽ വിഷം കലർത്തിയതാകാമെന്ന് നാട്ടുകാർ ആരോപിച്ചു. വളരെ മാന്യമായി മീൻ പിടിക്കുകയും മറ്റു എല്ലാ ദൈനംദിന പ്രക്രിയകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് വളരെ ക്രൂരമായി സഹജീവികളോട് കരുണ കാണിക്കാത്ത രൂപത്തിലുള്ള ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യതയാണ് എന്ന് ആദ്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണി, അതുപോലെ കൊഞ്ചി, മലഞ്ഞീൻ പോലെയുള്ള അതിപ്രധാനമായ മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഈ പ്രക്രിയ തീർത്തും അപലപനീയമാണ്. ഏതോ സാമൂഹിക ദ്രോഹികളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും നമ്മളെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന ഈ പ്രവണത തീരെ ശരിയല്ല. ഇതിനെതിരായി ഡിപ്പാർട്ട്മെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരൊക്കെ ഇത് വളരെ ഗൗരവമായിട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് ആണ് എനിക്ക്. അതേസമയം തോട്ടിൽ വിഷം കലർത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.